Welcome to the YouTube channel of Vyasa Institute of Mathematics. ബിടെക്കിൻ്റെ മാത്സ് ടോപ്പിക്കിൻ്റെ ക്വസ്റ്റ്യനുകൾ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യനുകൾ അനലൈസ് ചെയ്തുകൊണ്ട് ബിടെക് ടോപ്പിക്കുകളെ മുഴുവനായി ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു എപ്പിസോഡുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി ഈ എപ്പിസോഡുകൾ നിങ്ങൾ വാച്ച് കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ബിടെക് മാത്സിൻ്റെ എല്ലാ ടോപ്പിക്കും നിങ്ങൾക്ക് കൃത്യമായി ആൻസർ ചെയ്യാൻ സാധിക്കും. ക്വസ്റ്റ്യനുകൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട തിയറി പാർട്ട് കൂടി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് എല്ലാവരും തീർച്ചയായും ഈ എപ്പിസോഡുകൾ സ്ഥിരമായി കണ്ടിന്യൂസ് ആയി വാച്ച് കൊണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നമ്മൾ വെക്റ്റർ കാൽക്കുലസ് എന്ന ടോപ്പിക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ വെക്റ്റർ ഡെറിവേറ്റീവ്സ്, ഗ്രേഡിയൻറ്റ്, ഡൈവർജന്റ്, കേൾ, ഈ ടോപ്പിക്കുകളെല്ലാം കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. പിന്നീട് വെക്റ്റർ ഇൻ്റഗ്രേഷനിൽ വന്നപ്പോൾ ലൈൻ ഇൻ്റഗ്രലും നമ്മൾ കൃത്യമായി കഴിഞ്ഞു. പിന്നീട് ഗ്രീൻസ് തിയറവും സ്റ്റോക്സ് തിയറവും ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകളെല്ലാം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ ഡിസ്കസ് ചെയ്തു. ഇനി ഈ എപ്പിസോഡിലും സർഫസ് ഇൻ്റഗ്രലുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇപ്പോൾ അടുത്തതായിട്ട് ജാനുവരി 2024 വെക്റ്റർ കാൽക്കുലസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനിൽ ജാനുവരി 2024 ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പോൾ ഇവിടെ എഴുതാം. ലെറ്റ് സിഗ്മ ബി ദ പോർഷൻ ഓഫ് ദ സർഫസ് sigma be the portion of the surface z equal to 1 minus x square minus y square that lies above the xy plane finds the flux of the vector field vector f equal to xi plus yj plus zk across sigma. ഇതാണ് ജാനുവരി 2024 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ. ലെറ്റ് സിഗ്മ ബി ദ പോർഷൻ ഓഫ് ദ സർഫസ് z equal to 1 minus x square minus y square that lies above the xy plane. Find the flux of the vector field f is equal to xi plus yj plus k across sigma. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കണ്ടിരുന്നു ഫ്ലക്സ് മീൻസ് ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ f dot n ds. f dot n ds, where n is the positively oriented unit normal vector to the surface s. സിഗ്മ എന്ന് പറയുന്ന സർഫസ് എടുത്താൽ ആ സർഫസിന്റെ പോസിറ്റീവ്ലി ഓറിയന്റഡ് യൂണിറ്റ് നോർമൽ വെക്ടറിനെയാണ്, പെർപെൻഡിക്കുലർ വെക്ടറിനെയാണ് n എന്ന് വിളിക്കുന്നത്. എങ്കിൽ ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ f dot n ds ഇതിനെയാണ് ഫ്ലക്സ് എന്ന് വിളിക്കുക, അഥവാ ഫ്ലക്സ് ഇന്റഗ്രൽ എന്ന് പറയുക. So here the question is to get the flux of this function. അപ്പോൾ നമുക്ക് ഇതിൽ ആവശ്യമുള്ളതിനിപ്പോ ഇതിലെ വെക്ടർ ഫംഗ്ഷൻ വേണം, സർഫസിന്റെ ഇക്വേഷനും ആവശ്യമുണ്ട്. സർഫസ് പറഞ്ഞിരിക്കുന്നത് z equal to 1 minus x square minus y square എന്നാണ്. അത് xy പ്ലെയിനിൽ നിന്ന് ഡൗൺവേർഡ് ആയിട്ട് വരുന്ന ഒരു പരബ്ലോയിഡ് ഷേപ്പ് ആണ് വരിക. x ആക്സിസ്, y ആക്സിസ്, z ആക്സിസ് ആയിട്ട് എടുത്താൽ ഇങ്ങനെയുള്ള ഒരു ഷേപ്പ് ആയിരിക്കും വരിക. അതിന്റെ ബേസ് വരുന്നത് സർക്കുലർ ഷേപ്പ് ആയിരിക്കും. ഈ സർഫസിനെയാണ്, ഈ പരബ്ലോയിഡിന്റെ സർഫസിനെയാണ് സിഗ്മ എന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പോ ഈ സർഫസിലൂടെ ഇതിന്റെ ഫ്ലക്സ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. സർഫസിന്റെ ഇക്വേഷൻ തന്നിരിക്കുന്നത് z equal to 1 minus x square minus y square. That is surface.
So here f is equal to xi plus yj plus zk, and flux means double integral over sigma f dot n ds. ഈ ഫ്ലക്സ് കണ്ടുപിടിക്കാനായിട്ട് എഫ് ഡോട്ട് എൻ ഡി എസ് കണ്ടുപിടിക്കാൻ നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു z ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആയിട്ട് തരികയാണ് എങ്കിൽ, അതുപോലെ തന്നെ ഈ z അപ്വേർഡ് ഡിറക്റ്റ് ഓറിയന്റഡ് ആണെങ്കിൽ, പോസിറ്റീവ് ഓറിയന്റേഷൻ അപ്വേർഡ് ആണെങ്കിൽ, ആ എഫ് ഡോട്ട് എൻ ഡി എസിനെ കണ്ടുപിടിക്കണമെങ്കിൽ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഡോട്ട് മൈനസ് ഡോ z ബൈ ഡോ എക്സ് into I minus dou z by dou y into j plus k dA കണ്ടുപിടിച്ചാൽ മതി. ഈ സർഫസ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ, ഫ്ലക്സ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് എഫ് ഡോട്ട് എൻ ഡി എസിനെ കൺവേർട്ട് ചെയ്ത് എഴുതാവുന്നത് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഡോട്ട് മൈനസ് ഡോ z ബൈ ഡോ എക്സ് മൈനസ് ഇൻറ്റു ഐ മൈനസ് ഡോ z ബൈ ഡോ വൈ ഇൻറ്റു ജെ പ്ലസ് കെ ഡി എ എന്നാണ്. വെൻ z is of the form, surface is of the form z equal to a function of x and y, and it is positively oriented, upward oriented. ഇവിടെ സർഫസിന്റെ ഇക്വേഷൻ തന്നിരിക്കുന്നത് z equal to a function of x and y എന്നാണ്. അപ്പോൾ ഈ f of x y ആയിട്ട് നമുക്ക് 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിനെ എടുക്കാവുന്നതാണ്. പിന്നെ ഇവിടെ സർഫസിന്റെ ഡിറക്ഷൻ z ആക്സിന്റെ പോസിറ്റീവ് ഡിറക്ഷൻ ആണല്ലോ, അപ്പോൾ അപ്വേർഡ് ഓറിയന്റഡ് ആണ്. അപ്പൊ നമുക്ക് ഈ ഫോമുല തന്നെ ഉപയോഗിക്കാം. ദാറ്റ് ഈസ് ഇവിടെ ഇനി ഇതിൽ ആർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സർഫസിന്റെ ഈ താഴേക്ക് എക്സ് വൈ പ്ലെയിലുള്ള പ്രൊജക്ഷൻ ആണ്. ഈ കേസിൽ അത് ഈ സർഫസ് വരും, ഈ സർക്കിൾ വരും, അതാണ് ആർ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് മീൻസ് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ, ഇതാണ് എഫ് ഡോട്ട് മൈനസ് ഡോ സെഡ് ബൈ ഡോ എക്സ്. സെഡ് തന്നിരിക്കുന്നത് ഇതാണല്ലോ, അപ്പൊ ഡോ സെഡ് ബൈ ഡോ എക്സ് എന്നുള്ളത് മൈനസ് 2x ആണ്. ഡോ സെഡ് ബൈ ഡോ എക്സ് എന്നുള്ളത് മൈനസ് 2x ആണ്. അപ്പോൾ മൈനസ് ഡോ സെഡ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് 2xi ഇൻറ്റു ഐ. അടുത്തത് മൈനസ് ഡോ സെഡ് ബൈ ഡോ വൈ. ഡോ സെഡ് ബൈ ഡോ വൈ എടുക്കുമ്പോഴും മൈനസ് 2y കിട്ടുന്നു. അപ്പോൾ മൈനസ് ഡോ സെഡ് ബൈ ഡോ വൈ ആകുമ്പോൾ പ്ലസ് 2y ഇൻറ്റു ജെ പ്ലസ് കെ ഡി എ, ഇങ്ങനെയായി കിട്ടി. ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ. ഇനി നമുക്ക് ഈ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കണം. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എക്സും 2x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x സ്ക്വയർ പ്ലസ് വൈയും 2y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2y സ്ക്വയർ പ്ലസ് സെഡും 1 കൂടെയാണ്, സെഡ് കെയും ഇവിടെ കെയും ഉണ്ട്, അപ്പോൾ സെഡ് ഡി എ എന്ന് കിട്ടി. ഇനി നമുക്കിതിലെ ഈ സെഡിനെ കൺവേർട്ട് ചെയ്യണം. ഇവിടെ എക്സും വൈയും മാത്രമാണ് ഈ ആറിനകത്ത് വേരിയബിൾ ആയിട്ട് വരാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് സെഡിനെ മാറ്റാം. അതിന് വി കൻ അപ്ലൈ ദ ഇക്വേഷൻ. സർഫസിന് z ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നുണ്ട്, അപ്പൊ അതിവിടെ അപ്ലൈ ചെയ്യാം. സോ വി ഗെറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ 2x സ്ക്വയർ പ്ലസ് 2y സ്ക്വയർ പ്ലസ് z മീൻസ് 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഡി എ. ഇപ്പോ 2x സ്ക്വയറും മൈനസ് എക്സ് സ്ക്വയറും ഉണ്ട്, 2y സ്ക്വയറും മൈനസ് വൈ സ്ക്വയറും ഉണ്ട്. സോ ഇറ്റ് ഈസ് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 1 ഡി എ എന്ന് കിട്ടി. ഡി എ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഡി എക്സ് ഡി വൈ ആയിട്ട് എടുക്കാം. ഇനി ഈ സർഫസിനെ ഇന്റഗ്രേറ്റ് ചെയ്യാണ് വേണ്ടത് ഓവർ ദ റീജിയൻ ആർ. ഈ എക്സ്പ്രഷനെ ഇന്റഗ്രേറ്റ് ചെയ്യാണ് വേണ്ടത് ഓവർ ദ റീജിയൻ ആർ. ആർ എന്ന റീജിയൻ ഞാൻ നേരത്തെ പറഞ്ഞു ഈ താഴത്തെ ബേസിലുള്ള സർക്കിൾ ആണ് വരിക. ആ സർക്കിൾ എന്ന് പറയുന്നത് z ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിന്റെ താഴെയുള്ള പോർഷൻ ആയതുകൊണ്ട് അതിന്റെ ഇക്വേഷൻ എന്താണെന്ന് അറിയാൻ ഈ സർഫസിൽ ഈ എക്സ് വൈ പ്ലെയിനിൽ z കോർഡിനേറ്റ് 0 അല്ലേ? z കോർഡിനേറ്റ് 0 ആകുമ്പോൾ അത് 0 ഈസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഈ മൈനസ് എക്സ് സ്ക്വയറും മൈനസ് വൈ സ്ക്വയറും ലെഫ്റ്റിലേക്ക് മാറ്റിയാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്നായി. സോ ഈ താഴെയുള്ള ആറിന്റെ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്നാണ്. അപ്പൊ നമുക്ക് ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഈ ലിമിറ്റ് ഈ റീജിയണിലൂടെയാണ്. അത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ
ഇതിന്റെ എക്സിന്റെ വേണ്ടി ലിമിറ്റുകളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരല്പം ബുദ്ധിമുട്ട് വന്നേക്കാം. അത് ഒഴിവാക്കാൻ വേണ്ടി ഇവിടെ വെച്ച് നമുക്ക് ഇതിനെ പോളാർ കോർഡിനേറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഈ റെക്ടാങ്കുലർ കോർഡിനേറ്റ്സിനെ പോളാർ കോർഡിനേറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. പോളാർ കോർഡിനേറ്റ്സിലേക്കുള്ള കൺവേർഷന്റെ റൂള് x ഈസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, y ഈസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ. അങ്ങനെ എടുക്കുമ്പോൾ ഈ ഡി എ അഥവാ ഡി എക്സ് ഡി വൈ എന്നുള്ളതിനുണ്ടാകുന്ന ചേഞ്ച് ആർ ഡി ആർ ഡി തീറ്റ എന്നാണ്. ഇത് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഈ എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, y ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്ന പോളാർ കോർഡിനേറ്റ്സിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ഡി എക്സ് ഡി വൈ അഥവാ ഡി എ എന്നതിനുണ്ടാകുന്ന ചേഞ്ച് ആർ ഡി ആർ ഡി തീറ്റ ആണ്. എവിടെ നിന്നാണ് ഈ ആർ വരുന്നത് എന്നുള്ളത് നമുക്ക് തൽക്കാലം വിട്ടുകളയാം. അത് കൺവേർഷന് ജക്കോബിയൻ എന്നൊരു കാര്യം ഉപയോഗിച്ചുകൊണ്ടാണ് എഴുതേണ്ടത്. അതിപ്പോ തൽക്കാലം നമ്മൾ അങ്ങോട്ട് പോകണ്ട. ഡി എ പോളാർ കോർഡിനേറ്റ്സ് കൺവേർട്ട് ചെയ്യുമ്പോൾ ഡി എക്സ് ഡി വൈ എന്നുള്ളത് ആർ ഡി ആർ ഡി തീറ്റ ആണ് എന്ന് പഠിച്ചു വെച്ചാൽ മതിയാവും. സോ ഇവിടെ ഇത് ഡബിൾ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, എക്സിന് നമുക്ക് ആർ കോസ് തീറ്റ കൊടുക്കാം. അപ്പൊ ഇത് ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് വൈ സ്ക്വയർ, വൈ സ്ക്വയർ എന്ന് പറയുന്നത് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 1 ഇൻറ്റു ഈ ഡി എക്സ് ഡി വൈ എന്നുള്ളതിന്റെ ചേഞ്ച് വരുന്നത് ആർ ഡി ആർ ഡി തീറ്റ. സോ ഇൻറ്റു ആർ ഡി ആർ ഡി തീറ്റ എന്ന് കിട്ടും. ഇനി നമുക്ക് ഇവിടെ ലിമിറ്റുകൾ കൊടുക്കാം. അതായത് തീറ്റയുടെയും ആറിന്റെ ലിമിറ്റുകൾ കൊടുക്കണം. നമ്മുടെ സർക്കിൾ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറയുന്ന സർക്കിൾ ആണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന സർക്കിൾ ആണ്. ഈ സർക്കിളിൽ ആർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആർ എന്ന് പറയുന്നത് ഒറിജിനിൽ നിന്ന് ഈ സർക്കിളിലെ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ ഈ റീജിയണിലെ ഡിസ്റ്റൻസ് ആണ്. ഒറിജിനൽ ഡിസ്റ്റൻസ് ഇവിടെ വരുമ്പോൾ 0യും ഇവിടെ വരുമ്പോൾ 1 അല്ലേ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 ആവുമ്പോൾ അത് റേഡിയസ് 1 ആയിട്ടുള്ള സർക്കിൾ ആണ്. സോ ഇവിടെ ഈ പോയിന്റിൽ ആ ആറിന്റെ വാല്യൂ 0 ആണ്, ഇവിടെ 1 ആണ്, ഈ ബൗണ്ടറി മുഴുവൻ 1 ആണ്. അപ്പോൾ ആറിന്റെ വേരിയേഷൻ 0 to 1 ആണ്. ആറിന്റെ വേരിയേഷൻ 0 to 1. തീറ്റ കിട്ടണമെങ്കിൽ ഈ ഫുൾ സർക്കിളിലെ ഈ ആംഗിൾ ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി ഇവിടെ വരണ്ടേ. ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ കറങ്ങി ഇത്രയും കറങ്ങി വരണം. അപ്പോൾ തീറ്റയുടെ ലിമിറ്റ് വരുന്നത് 0 to 2π എന്ന് വരണം. 0 to 2π. അപ്പോൾ ഇവിടെ ആറിന്റെ ലിമിറ്റ് ആണ് ഉള്ളിൽ കൊടുക്കേണ്ടത്. ഡി ആർ ആണ് ഏറ്റവും ഉള്ളിലുള്ള സിമ്പിള്. അതുകൊണ്ട് ഉള്ളിലെ ഇന്റഗ്രലിന് ആറിന്റെ ലിമിറ്റ്, പുറമേ ഉള്ളതിന് തീറ്റയുടെ ലിമിറ്റ്. സോ അത് 0 to 2π എന്ന് വന്നു. തീറ്റയുടെ ലിമിറ്റ് 0 to 2π, ആറിന്റെ ലിമിറ്റ് 0 to 1 ആയിട്ട് ഇനി ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് ഇതൊന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. അത് ഇന്റഗ്രൽ 0 to 2π ഇന്റഗ്രൽ 0 to 1. ഇവിടെ ഈ രണ്ട് ടേമിൽ നിന്നും വി ഹാവ് എ കോമൺ ഫാക്ടർ. ആർ സ്ക്വയർ ഈസ് എ കോമൺ ഫാക്ടർ. ആ കോമൺ ഫാക്ടർ പുറത്തേക്ക് എടുത്തു കഴിയുമ്പോൾ പിന്നെയുള്ളത് ആർ സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റയാണ്. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ അത് 1 ആണ്. അപ്പോൾ ആർ സ്ക്വയർ ഇൻറ്റു 1 ആയതുകൊണ്ട് ആർ സ്ക്വയർ മാത്രം കിട്ടി. പ്ലസ് 1 ഇൻറ്റു ആർ ഡി ആർ ഡി തീറ്റ ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് ഈ ആറിന്റെ ഈ ബ്രാക്കറ്റ് കൊടുത്ത് മൾട്ടിപ്ലൈ വെച്ചാൽ ഇന്റഗ്രൽ 0 to 2π ഇന്റഗ്രൽ 0 to 1 ആർ ക്യൂബ് പ്ലസ് ആർ ഡി ആർ ഡി തീറ്റ എന്ന് കിട്ടി. ഇനി ഇത് വെറും സിമ്പിൾ ഇന്റഗ്രേഷൻ ആണ്. ഈ ഇന്റഗ്രേഷൻ നടത്തിയാൽ മതിയാവും. അത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 2π വിത്ത് റെസ്പെക്ട് ടു ആർ ഉള്ള ഇന്റഗ്രേഷൻ ആണ് ആദ്യം നടത്തേണ്ടത്. ഡി ആർ ആണ് ഉള്ളില്, അതുകൊണ്ട് വിത്ത് റെസ്പെക്ട് ടു ആർ ഉള്ള ഇന്റഗ്രേഷൻ ആദ്യം നടത്തണം. ആർ ക്യൂബിന്റെ ഇന്റഗ്രല് r⁴ ഡിവൈഡ് ബൈ 4 പ്ലസ് ആറിന്റെ ഇന്റഗ്രല് r²/2. അവിടെ ലിമിറ്റ് കൊടുക്കാം 0 to 1. Then d theta. This is equal to integral 0 to 2π r⁴ ഡിവൈഡ് ബൈ 4 അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ അത് 1/4 ആയി. അടുത്തതില് 1/2 ആയി. 1/2. അപ്പോൾ 1/4 പ്ലസ് 1/2 d theta ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 2π. ഇത് ആഡ് ചെയ്യുമ്പോൾ 1/4 പ്ലസ് 1/2 4 LCM എടുക്കുമ്പോൾ 1 + 2 3 കിട്ടി. അപ്പോ 3/4 എന്ന് കിട്ടി. 3/4 എന്ന് വന്നു ഇൻറ്റു ഡി തീറ്റ. ഇനിയുള്ളത് തീറ്റയുടെ ഇന്റഗ്രേഷൻ ആണ്, തീറ്റ വെച്ചുള്ള ഇന്റഗ്രേഷൻ. 3/4 കോൺസ്റ്റന്റ് ആണ്. 3/4 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഈക്വൽ ടു 3/4 ഇൻറ്റു തീറ്റ, ലിമിറ്റ് 0 to 2π. So we get 3/4 into upper limit 2π, lower limit 0.
സോ 3/4 into 2 ആകുമ്പോൾ 2 കട്ട് ചെയ്ത് പോയി. സോ ആൻസർ 3π/2 എന്ന് കിട്ടി. ദിസ് ഈസ് ദ ആൻസർ. അപ്പോ ഫ്ലക്സ് ഇന്റഗ്രൽ കണ്ടുപിടിക്കാനായിട്ട് ഫ്ലക്സ് ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഡോട്ട് എൻ ഡി എസ് കണ്ടുപിടിച്ചാൽ മതി. എഫ് ഡോട്ട് എൻ ഡി എസ് കണ്ടുപിടിക്കാൻ അതിനെ ആ ഡോട്ട് എൻ എന്നുള്ള പാർട്ട് കൺവേർട്ട് ചെയ്യുന്നതിനാണ് z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന ഫോമിൽ ആകുമ്പോൾ ആ ഡോട്ട് എൻ ഡി എസിന് മാറ്റുന്നതിന് ഡോട്ട് കഴിഞ്ഞിട്ട് മൈനസ് ഡോ z ബൈ ഡോ എക്സ് ഇൻറ്റു ഐ മൈനസ് ഡോ z ബൈ ഡോ വൈ ഇൻറ്റു ജെ പ്ലസ് കെ ഡി എ എന്ന് കൺവേർട്ട് ചെയ്യുക. ആ കാര്യം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി, അതൊന്ന് ഓർത്താൽ മതി. ഫ്ലെക്സിന്റെ ഇന്റഗ്രലിന്റെ ഫോർമുല പഠിക്കുക, കൺവേർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും പഠിക്കുക. ബാക്കിയുള്ളത് പിന്നെ സിമ്പിൾ ഇന്റഗ്രേഷൻ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അത് ജാനുവരി 2024 തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇവാലുവേറ്റ് the surface integral. Evaluate the surface integral. Double integral over sigma xz ds, where sigma is the portion of the subplane. Portion of the plane x plus y plus z equal to 1. In the first octant, evaluate the surface integral in the double integral over sigma x z ds. നോക്കുക, ഇവിടെ ഫ്ലെക്സ് എന്നല്ല ചോദിച്ചത്, സർഫസ് ഇന്റഗ്രൽ എന്നേ ഉള്ളൂ. ഫ്ലെക്സ് എന്നാണെങ്കിൽ ഇവിടെ ഡോട്ട് ഇൻ ഡി എസ് വരുമായിരുന്നു. ഇവിടെ വെറുതെ ഡോട്ട് ഇൻ ഡി എസ് ഇല്ല, അപ്പൊ ഫ്ലെക്സ് ഇന്റഗ്രൽ അല്ല. ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ എക്സ് ഇസ് ഡി എസ് ഓവർ ദ സർഫസ് എസ് ആണ്, ഓവർ സർഫസ് സിഗ്മ, വേർ സിഗ്മ ഈസ് ദ പോർഷൻ ഓഫ് ദ പ്ലെയിൻ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 1 ഇൻ ദ ഫസ്റ്റ് ഒക്ടൻറ്റ്. എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് എക്സ് ആക്സിന്റെ 1ലൂടെയും വൈ ആക്സിന്റെ 1ലൂടെയും സെഡ് ആക്സിന്റെ 1ലൂടെയും പാസ് ചെയ്യുന്ന ഒരു പ്ലെയിൻ ആണ്. അപ്പൊ ആ പ്ലെയിൻ ഇങ്ങനെ എക്സ് ആക്സും വൈ ആക്സും സെഡ് ആക്സും ആയിട്ട് പറയുന്ന ഇങ്ങനെ ഒരു പ്ലെയിൻ സർഫസ്, ആ ഒരു പ്ലെയിൻ സർഫസിനെയാണ് ഇവിടെ സിഗ്മ ആയിട്ട് എടുക്കുന്നത്. ഇനി ഈ സർഫസിന്റെ എടുക്കുമ്പോൾ ഇവിടെ എപ്പോഴും നമ്മൾ ഈ സർഫസിന്റെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി അതിനെ ഒരു പ്ലെയിനിലേക്ക് എക്സ് വൈ പ്ലെയിനിലേക്കോ വൈ സെഡ് പ്ലെയിനിലേക്കോ സെഡ് എക്സ് പ്ലെയിനിലേക്കോ പ്രൊജക്ട് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഇവിടെ എക്സ് വൈ പ്ലെയിനുകളുടെ പ്രൊജക്ഷൻ വരാൻ പോകുന്ന ഈ പോർഷൻ ആണ്. അത് എക്സ് വൈ പ്ലെയിനിൽ വരുമ്പോൾ ഒരു ട്രയാങ്കിൾ പോർഷൻ ആയിട്ടാണ് വരിക. അവിടെ നിൽക്കട്ടെ, നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഇതാണ്. കണ്ടുപിടിക്കേണ്ടത് സർഫസിന്റെ ഇക്വേഷൻ ഇതാണ്. സോ ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ എക്സ് ഇസഡ് ഡി എസ്. ഇവിടെ ഈ ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ എക്സ് ഇസഡ് ഡി എസ് കണ്ടുപിടിക്കാൻ അതിന് നമുക്ക് റൂൾ ഉണ്ട്. ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഡി എസ്, ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഡി എസ് എന്ന കേസിൽ അത് കണ്ടുപിടിക്കണമെങ്കിൽ ഈ സിഗ്മ എന്നുള്ള സർഫസ് സെഡ് ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ എന്ന ഫോമിൽ എഴുതാൻ പറ്റുമെങ്കിൽ സെഡ് ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 1 ആണ്. അതിന് നമുക്ക് സെഡ് ഈക്വൽ ടു 1 മൈനസ് എക്സ് മൈനസ് വൈ എന്നാക്കാം. സെഡ് ഈക്വൽ ടു 1 മൈനസ് എക്സ് മൈനസ് വൈ എന്നാക്കാം. അപ്പോ ഇത് സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഫോമിലായി. അങ്ങനെ എഴുതാമെങ്കിൽ ഈ ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഓഫ് എക്സ് വൈ ഡി എസ് കണ്ടുപിടിക്കാനായിട്ട് അത് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ, ആർ എന്ന് ഉദ്ദേശിക്കുന്നത് ആ സർഫസിന്റെ പ്രൊജക്ഷൻ ഏരിയ, ഇതാണ് പ്രൊജക്ഷൻ എങ്കിൽ അതിനെയാണ് ആർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ സെറ്റ് into root of dou z by dou x whole square plus dou z by dou y whole square plus 1 dA plus 1 dA. ഇങ്ങനെ കൺവേർട്ട് ചെയ്യാം. ഫ്ലെക്സ് ഇന്റഗ്രൽ പറഞ്ഞപ്പോൾ ഡോട്ട് ഇൻ ഡി എസിനെ മാറ്റിയതുപോലെ ഇവിടെ ഡി എസ് മാറ്റാനുള്ള ഫോർമുലയാണ് റൂട്ട് ഓഫ് ഡോ z by dou x whole square plus dou z by dou y whole square plus 1 dA. അതാണ് ഫോർമുല.
അപ്പൊ ആ ഫോർമുല നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഇവിടെ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എക്സ് ഇസഡ് ഇൻറ്റു റൂട്ട് ഓഫ് ഡോ സെഡ് ബൈ ഡോ എക്സിന്റെ ഹോൾ സ്ക്വയർ സെഡ് ഈക്വൽ ടു 1 മൈനസ് എക്സ് മൈനസ് വൈ ആണ്. അപ്പൊ ഡോ സെഡ് ബൈ ഡോ എക്സ് എന്നുള്ളത് -1. അപ്പൊ റൂട്ട് ഓഫ് -1 സ്ക്വയർ പ്ലസ് ഡോ സെഡ് ബൈ ഡോ വൈ ഹോൾ സ്ക്വയർ, അതും ഇവിടെ ഡോ സെഡ് ബൈ ഡോ വൈ -1 ആണ്. അപ്പൊ -1 സ്ക്വയർ പ്ലസ് 1 ഡി എ എന്നായി. ഇത് നമുക്ക് 1 + 1 + 1 √3 എന്ന് കിട്ടി. So this is double integral over r x into z നെ നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് കൺവേർട്ട് ചെയ്യാം. z എന്നുള്ളത് 1 മൈനസ് എക്സ് മൈനസ് വൈ ആണ്. അപ്പൊ z ഇൻറ്റു 1 മൈനസ് എക്സ് മൈനസ് വൈ ഇൻറ്റു √3 ഡി എ എന്ന് കിട്ടി. ഇനി ഇത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പൊ അത് ഈ ബ്രാക്കറ്റ് കൊടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ ഡബിൾ ഇന്റഗ്രൽ എക്സ് മൈനസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ ഇൻറ്റു √3 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അത് നമുക്ക് പുറത്തേക്ക് മാറ്റാം, ഇന്റഗ്രലിലേക്ക് മാറ്റാം. ഇനി ഇൻറ്റു ഡി എ എന്നുള്ളതിനെ നമുക്ക് ഇവിടെ ഡി എക്സ് ഡി വൈ എന്നോ ഡി വൈ ഡി എക്സ് എന്നോ എങ്ങനെ വേണമെങ്കിലും എഴുതാം. രണ്ട് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഇവിടെ ഡി വൈ ഡി എക്സ് എന്ന് എഴുതിയിരിക്കട്ടെ. അപ്പോൾ ഉള്ളിലെ വേരിയബിളിന് വൈയുടെ ലിമിറ്റ് കൊടുക്കണം, അത് പുറമേയുള്ള ഇന്റഗ്രലിന് എക്സിന്റെ ലിമിറ്റ് കൊടുക്കണം. ഉള്ളിലുള്ള ഇന്റഗ്രേഷന് വൈയുടെ ലിമിറ്റ് ആണ് എഴുതുന്നത്, പുറമേയുള്ള ഇന്റഗ്രേഷനിൽ എക്സിന്റെ ലിമിറ്റ് എഴുതാം. ഇനി ആ ലിമിറ്റുകൾ എഴുതാൻ ഇവിടെ ഈ റീജിയൻ ആർ ഇതാണെന്ന് പറഞ്ഞു. ആ റീജിയനെ നമുക്ക് എക്സ് ആക്സിസും വൈ ആക്സിസും മാത്രമായിട്ടൊന്ന് മാറ്റി വരച്ചാൽ ഇത് എക്സ് ആക്സിസ് ഇത് വൈ ആക്സിസ് ആയിട്ട് എടുത്താൽ, അപ്പോ ഈ ലൈനാണ് എക്സ് ആക്സിസ് ഇവിടെ വരച്ചിരിക്കുന്നത്, ഈ വൈ ആക്സിസ് ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇത് രണ്ടും കൂടെ ചേർന്ന ഒരു ലൈൻ അല്ലേ ഇവിടെ കാണുക. എക്സ് ആക്സിന്റെ വണ്ണിൽ കൂടെയും വൈ ആക്സിന്റെ വണ്ണിൽ കൂടെയും പാസ് ചെയ്യുന്ന ഒരു ലൈൻ വരും. ആ ലൈനിനും എക്സ് ആക്സിനും വൈ ആക്സിനും ഇടയ്ക്കുള്ള പോർഷൻ എന്ന് പറയുന്നത് ഇതാണ്. അതാണ് ആ റീജിയൻ ആർ വരിക. ഇനി ഈ ലൈനിന്റെ ഇക്വേഷൻ ഇപ്പോൾ പറയാവുന്നത് z ഈക്വൽ ടു 1 മൈനസ് എക്സ് മൈനസ് വൈ എന്നുള്ളതില് z ന് 0 ഇട്ടാൽ ഇതിന്റെ ഇക്വേഷൻ കിട്ടും. z ന് 0 ഇടുമ്പോൾ 0 ഈക്വൽ ടു 1 മൈനസ് എക്സ് മൈനസ് വൈ എന്ന് വന്നു. ദാറ്റ് മീൻസ് ഇതിൽ നെഗറ്റീവ് ടേംസ് ലെഫ്റ്റ് സൈഡ് എടുത്താൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്ന് കിട്ടും. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 അതാണ് ആ ലൈനിന്റെ ഇന്റഗ്രൽ വരിക. അപ്പൊ ഇവിടെ ഇത് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഇതിന്റെ ലിമിറ്റ് കൊടുക്കാനായിട്ട് ഇവിടെ പുറമേയുള്ള വേരിയബിൾ എക്സ് ആണ്. ഈ റീജിയണില് ഇതിന്റെ ലിമിറ്റുകൾ കൊടുക്കേണ്ട രീതി, ഈ റീജിയണില് പുറമേയുള്ള ഇന്റഗ്രൽ ഏതാണോ അതിന്റെ ലിമിറ്റുകൾ പറയേണ്ടത് റീജിയണിൽ എക്സിന് കിട്ടുന്ന മിനിമം വാല്യൂ ലീസ്റ്റ് വാല്യൂ എത്രയാണ്. ഈ റീജിയണിനകത്ത് എക്സ് കോർഡിനേറ്റുകൾക്ക് കിട്ടുന്ന ഏറ്റവും കുറഞ്ഞ വില 0 ആണ് അല്ലെ. എക്സ് കോർഡിനേറ്റ് കിട്ടാവുന്ന ഏറ്റവും കൂടിയ വാല്യൂ ഇവിടെയാണ് 1 ആണ്. ഈ റീജിയനില് എക്സ് കോർഡിനേറ്റിന് കിട്ടാവുന്ന ഏറ്റവും കുറഞ്ഞ വാല്യൂ 0യും ഏറ്റവും കൂടിയ വാല്യൂ 1ഉമാണ്. അതുകൊണ്ട് എക്സിന്റെ ലിമിറ്റ് 0 to 1 എന്ന് എഴുതും. ഇനി നമ്മൾ വൈയുടെ ലിമിറ്റ് എഴുതണം. വൈയുടെ ലിമിറ്റ് ഇങ്ങനെ ഏറ്റവും കുറഞ്ഞ വിലയും കൂടിയ വിലയും മാത്രം എഴുതിയാൽ പോരാ. അതിന് കാരണം നമ്മൾ എക്സ് കോർഡിനേറ്റ് 0 to 1, വൈ കോർഡിനേറ്റ് 0 to 1, എക്സ് കോർഡിനേറ്റ് 0 to 1, വൈ കോർഡിനേറ്റ് 0 to 1 ഇത് രണ്ടും വേരി ചെയ്താൽ ഇങ്ങനെയുള്ള ഒരു സ്ക്വയർ പോർഷൻ ആയിരിക്കും വരിക. എക്സ് കോർഡിനേറ്റ് 0 to 1ഉം വൈ കോർഡിനേറ്റ് 0 to 1ഉം ഒരു വേരി ചെയ്യാവുന്നത് ഈ പോർഷനൊക്കെ ഉൾപ്പെട്ടു പോകും. ഒരു സ്ക്വയർ പോർഷൻ ആവും. നമുക്ക് ആ സ്ക്വയർ പോർഷൻ അല്ല വേണ്ടത്, ഇങ്ങനെ ചരിഞ്ഞ പോർഷനാണ് വരേണ്ടത്. അപ്പൊ ഇവിടെ വെച്ച് നമുക്ക് റെസ്ട്രിക്ട് ചെയ്യണം, ഇപ്പുറത്തേക്ക് പോകരുത്. അതിന് ഇവിടെ ഈ ലൈനിന്റെ ഇക്വേഷൻ കൂടി ഉപയോഗിച്ചുകൊണ്ടുള്ള ലിമിറ്റുകളാണ് കൊടുക്കേണ്ടത്. അത് കൊടുക്കാൻ നല്ലത് ഇവിടെ വൈയുടെ ലിമിറ്റ് ആണ് ഉള്ളിൽ എഴുതുന്നതെങ്കിൽ ഈ വൈ ആക്സിന് പാരലായിട്ട് നമ്മൾ ഒരു ലൈൻ വരയ്ക്കുക. ഈ റീജിയന്റെ ലിമിറ്റ് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് ഞാൻ പറയുന്നത്. വൈ ആക്സിന് പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈൻ നമ്മുടെ ഷെയ്ഡഡ് പോർഷനിലേക്ക് എൻ്റർ ചെയ്തത് ഈ ലൈനിൽ കൂടെ അല്ലേ, ഈ എക്സ് ആക്സിൽ കൂടെ അല്ലേ ഈ വരച്ച ലൈൻ ഈ ഷെയ്ഡഡ് പോർഷനിലേക്ക് എൻ്റർ ചെയ്തത്. അപ്പോ ഈ ലൈനിൽ എൻ്റർ ചെയ്ത ബോർഡർ ഏതാണോ അവിടുത്തെ എക്സിന്റെ വാല്യൂ ആണ് ലോവർ ലിമിറ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. ഈ എക്സ് ആക്സിസിൽ കൂടെയാണ് എൻ്റർ ചെയ്തത്. ഈ ലൈനില് വൈയുടെ വാല്യൂ, വൈയുടെ ലിമിറ്റ് ആണ്. അപ്പൊ ഈ ലൈനിലെ വൈയുടെ വാല്യൂ, ഈ ലൈനിലെ വൈയുടെ വാല്യൂ 0 അല്ലേ. എക്സ് ആക്സിൽ വൈയുടെ വാല്യൂ 0 ആണ്. അതുകൊണ്ട് ഈ വൈയുടെ ലോവർ ലിമിറ്റ് 0 കൊടുക്കണം. ഓക്കെ, വൈ കോർഡിനേറ്റിന്റെ ലിമിറ്റ് ആണ് നമ്മൾ എഴുതേണ്ടത്. അതിന്
ഈ ഷെയ്ഡഡ് റീജിയനിലൂടെ വൈ ആക്സിന് പാരലൽ ആയിട്ടൊരു ലൈൻ വരച്ചു. ആ ലൈൻ ഷെയ്ഡഡ് റീജിയനിലേക്ക് എൻ്റർ ചെയ്യുന്നത് എക്സ് ആക്സിനെ കട്ട് ചെയ്തുകൊണ്ടല്ലേ. ആ എക്സ് ആക്സില് വൈയുടെ വാല്യൂ 0 ആണ്. അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ ലോവർ ലിമിറ്റ് 0 എഴുതി. ഇനി ഈ ഷെയ്ഡഡ് റീജിയനിൽ നിന്ന് ഈ വരച്ച ലൈൻ പുറത്തേക്ക് ഇറങ്ങിയത് ഈ ലൈനിലൂടെയല്ലേ. ഈ ലൈനിനെ കട്ട് ചെയ്താണ് ഷെയ്ഡഡ് റീജിയനിലൂടെ ലൈൻ പുറത്തേക്ക് ഇറങ്ങിയത്. ഇപ്പൊ നമ്മൾ വരച്ച ലൈൻ പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോ പുറത്തേക്ക് ഇറങ്ങിയ, അതായത് അപ്പർ ബോർഡർ ഈ ലൈനാണ്. അപ്പർ ബോർഡറിലെ ഇക്വേഷനിൽ നിന്നുള്ള വൈയുടെ വാല്യൂ, അപ്പർ ബോർഡറിന്റെ ഇക്വേഷൻ ഇതാണ്. അവിടുത്തെ വൈയുടെ വാല്യൂ 1 - x എന്ന് വരും. x + y = 1 ആണ്. അപ്പോൾ y = 1 - x. സോ അപ്പർ ലിമിറ്റ് കൊടുക്കേണ്ടത് 1 - x. ഓക്കെ, ലിമിറ്റുകൾ കൊടുക്കുന്ന രീതിയാണ് പറഞ്ഞത്. നമുക്ക് വൈയുടെ ലിമിറ്റ് ആണ് പറയേണ്ടത്. ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നെങ്കിൽ, സ്ക്വയർ ഒക്കെ ആയിരുന്നെങ്കിൽ 0 to 1 0 to 1 പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ ഇങ്ങനെ ചരിഞ്ഞ ലൈനോ കർവായിട്ടുള്ള ലൈനോ കർവായിട്ട് വരികയോ ഒക്കെ ചെയ്താൽ ലിമിറ്റുകൾ പറയേണ്ടത് ഇങ്ങനെയാണ്. നമുക്ക് y കോർഡിനേറ്റ് ലിമിറ്റ് ആണ് വേണ്ടതെങ്കിൽ ആ റീജിയനിലൂടെ y ആക്സിന് പാരലൽ ലൈൻ വരയ്ക്കുക. എന്നിട്ട് അതിന്റെ ലോവർ ബോർഡറിലുള്ള വൈയുടെ വാല്യൂ ലോവർ ലിമിറ്റ് ആയിട്ട് എഴുതണം. അപ്പർ ബോർഡറിലുള്ള വൈയുടെ വാല്യൂ അപ്പർ ലിമിറ്റ് ആയിട്ട് എഴുതണം. മറിച്ച് എക്സ് കോർഡിനേറ്റിന്റെ ലിമിറ്റുകളാണ് ഇതുപോലെ പറയേണ്ടതെങ്കിൽ, അതായത് പുറമെയുള്ള വേരിയബിൾ വൈയുടെ രീതി എന്നിരിക്കട്ടെ, അതായത് dy dx പകരം dx dy എന്നാണെങ്കിൽ, dy dx നമ്മൾ എഴുതിയതിന് പകരം dx dy എന്നാണ് എഴുതിയതെങ്കിൽ അപ്പൊ വൈയുടെ ലിമിറ്റ് ആണ് പുറമേ എഴുതുന്നത്. വൈയുടെ ലിമിറ്റ് അപ്പൊ ഇതുപോലെ തന്നെ y കോർഡിനേറ്റ് 0, മിനിമം വാല്യൂ 0 മാക്സിമം വാല്യൂ 1 0 to 1 എഴുതും. പിന്നെ എക്സ് കോർഡിനേറ്റ് ലിമിറ്റ് എഴുതണം. അപ്പൊ നമ്മൾ എക്സ് ആക്സിന് പാരലൽ ലൈൻ വരയ്ക്കും. എക്സ് ആക്സിന് പാരലൽ ലൈൻ വരച്ചിട്ട് അതിന്റെ ലെഫ്റ്റ് ബോർഡറിലെ ഇക്വേഷനുള്ള എക്സിന്റെ വാല്യൂ ലോവർ ലിമിറ്റ് എഴുതും. റൈറ്റ് ബോർഡറിന്റെ ഇക്വേഷനുള്ള എക്സിന്റെ വാല്യൂ അപ്പർ ലിമിറ്റ് എഴുതും. ഓക്കെ, ലെഫ്റ്റ് ബോർഡറിലെ എക്സിന്റെ വാല്യൂ ലോവർ ലിമിറ്റ് ആയിട്ടും റൈറ്റ് ബോർഡറിലെ എക്സിന്റെ വാല്യൂ അപ്പർ ലിമിറ്റ് ആയിട്ടും എഴുതും. അങ്ങനെയാണ് എഴുതുന്നത്. ഇവിടെ തൽക്കാലം നമ്മൾ dy dx എന്നാണ് എഴുതിയത്. അതുകൊണ്ട് പുറമെ എക്സിന്റെ ലിമിറ്റ് 0 to 1 എഴുതി. വൈയുടെ ലിമിറ്റ് ഞാനിപ്പോ പറഞ്ഞതുപോലെ ലോവർ ബോർഡറിലെ എക്സിന്റെ വൈയുടെ വാല്യൂ 0, അപ്പർ ബോർഡർ ഇതാണ്, അപ്പർ ബോർഡറിലെ വൈയുടെ വാല്യൂ 1 - x. ഇത് കൊടുത്തു. ഇനി ഇതിന്റെ ഇന്റഗ്രേഷൻ ആണ് നടത്തേണ്ടത്. അപ്പോൾ അത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ √3 × 0 to 1. ആദ്യം വിത്ത് റെസ്പെക്ട് ടു y ആണ് ഇന്റഗ്രേഷൻ. അപ്പൊ x ഒക്കെ കോൺസ്റ്റന്റ് ആണ്. സോ xy - x²y - x × y²/2 ഇങ്ങനെയായി. ലിമിറ്റ് 0 to 1 - x dx ഈക്വൽ ടു √3 × 0 to 1. ഇനി y ഉള്ളിടത്തെല്ലാം അപ്പർ ലിമിറ്റ് എടുക്കും. അപ്പൊ x × 1 - x -x² × 1 - x -x × 1 - x whole²/2 dx എന്ന് കിട്ടി. ഇത് നമുക്ക് പരമാവധി സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ √3 × 0 to 1 ഈ ബ്രാക്കറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ x - x² കിട്ടി. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -x² + x³ കിട്ടി. ഇവിടെ x/2 × 1 - x whole² എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1 - 2x + x² എന്ന് കിട്ടി. ടോട്ടൽ dx ഈക്വൽ ടു √3 × 0 to 1. ഇവിടെ നമുക്ക് ഈ ബ്രാക്കറ്റോട് മൾട്ടിപ്ലൈ ചെയ്യാം. അതോടൊപ്പം 2 LCM കൂടി എടുക്കാം. 2 LCM എടുത്താൽ 2x - 2x² again -2x² plus 2x³ then -x plus 2x² -x³ ഇങ്ങനെയായി dx. ഇപ്പോ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ -2x² plus 2x² ക്യാൻസൽ പോകുമല്ലോ. പിന്നെ √3 × 0 to 1 2x ഉം -x ഉണ്ട്. അപ്പൊ x -2x² 2x -x എഴുതി. -2x² മാത്രമേ ഉള്ളൂ. സോ -2x². then plus 2x³ -x³ അപ്പൊ +x³ dx എന്നായി. ഇനി നമുക്ക് എക്സിന്റെ ഇന്റഗ്രേഷൻ കൂടെ നടത്തിയാൽ മതി. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഉള്ള ഇന്റഗ്രേഷൻ നടത്തുമ്പോൾ √3 എക്സിന്റെ ഇന്റഗ്രൽ x²/2 -2 × x³/3 plus x⁻⁴ / 4 ലിമിറ്റ് 0 to 1.
ഇവിടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. അത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്ത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ആൻസർ √3/24 എന്ന് കിട്ടിക്കോളും. ആ സിംപ്ലിഫിക്കേഷൻ ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ അതിന് ചെയ്യാമല്ലോ. അപ്പർ ലിമിറ്റ് 1 ഇടുക, അപ്പോൾ 1/2 - 2/3 + 1/4 കിട്ടും. അത് സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, ഒരു ടോപ്പിക് കൂടി ഇതിനകത്തുണ്ട്. നമ്മൾ സ്റ്റോക്സ് തിയറും ഗ്രീൻസ് തിയറും പറഞ്ഞ പോലെ മറ്റൊരു തിയറം ഉള്ളത്, ഇമ്പോർട്ടന്റ് തിയറം ഉള്ളത് ഗോസ് ഡൈവർജൻസ് തിയറം ഉണ്ട്. അതിന്റെ ഒരു ക്വസ്റ്റ്യനും കഴിഞ്ഞ 2024 മെയ് 2024 ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ആണ്, if vector f equal to x cube I plus y cube j plus z cube k, sigma is the surface of the cylinder x square plus y square equal to x square plus y square equal to 4, from z equal to 0 to z equal to 4. Find the outward flux. Find the outward flux across sigma using divergence theorem. Using divergence theorem. ഇതാണ് ക്വസ്റ്റ്യൻ. മെയ് 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ ഫ്ലക്സ് തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഫ്ലക്സ് കണ്ടുപിടിക്കാൻ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ f.n/ds കണ്ടുപിടിച്ചാൽ മതി. ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ f.n/ds ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ അതിവിടെ ഡൈവർജൻസ് തിയറി ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഡൈവർജൻസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഭാഗം ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ f.n/ds ഈക്വൽ ടു ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ജി. ജി എന്ന് പറയുന്ന ഒരു സ്പേസിനെയാണ് ഉദ്ദേശിക്കുന്നത്. സർഫസിന് നമ്മൾ സിഗ്മ എന്നാ കൊടുക്കുക. ഒരു പ്ലെയിൻ റീജിയൻ, എക്സ് വൈ പ്ലെയിൻ റീജിയൻ ആണെങ്കിൽ R എന്ന് കൊടുക്കും. അല്ലാതെ 3 ഡയമെൻഷണൽ അപ്പിയറൻസ് ഉള്ള സർഫസിന് സിഗ്മ കൊടുക്കും. ഒരു സ്പേസിന്റെ വോള്യൂം ആണ് എടുക്കുന്നതെങ്കിൽ അതിന് ജി എന്ന് കൊടുക്കും. അപ്പൊ ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ജി ഡൈവഫ് dv, ഇതാണ് ഡൈവേർജൻസ് തിയറം അഥവാ ഗോസ് ഡൈവേർജൻസ് തിയറം. ഗോസ് ഡൈവേർജൻസ് തിയറമോ അല്ലെങ്കിൽ സിംപ്ലി ഡൈവേർജൻസ് തിയറം എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രധാനപ്പെട്ട കണ്ടന്റ് ഇതാണ്. ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ f.n/ds ഈക്വൽ ടു ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ജി ഡൈവഫ് dv. അപ്പൊ ഈ ഫ്ലക്സ് ഇന്റഗ്രലിനെ ഒരു വോള്യൂം ഇന്റഗ്രൽ ആയിട്ട് അഥവാ ട്രിപ്പിൾ ഇന്റഗ്രൽ ആയിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക. അതാണ് ഡൈവേർജൻസ് തിയറം. അപ്പൊ ഇവിടെ നമുക്ക് എഫ് തന്നിരിക്കുന്നത് ഇതാണ്, x³ I plus y³ j plus z³ k. സർഫസ് തന്നിരിക്കുന്നത് x² plus y² equal to 4. പ്ലെയിൻ ജോമെട്രിയിൽ x² plus y² equal to 4 എന്നുള്ള ഒരു സർക്കിൾ ആണ്. എന്നാൽ 3 ഡയമെൻഷണൽ സ്പേസിൽ വരുമ്പോൾ ഇത് ഒരു സിലിണ്ടർ ആയിട്ട് വരും. എങ്ങനെയാന്ന് വെച്ചാൽ x² plus y equal to 4 എന്നുള്ള സർക്കിൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ x ആക്സും y ആക്സും z ആക്സും എടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സർക്കിൾ എടുത്താൽ ആ ഇക്വേഷനിൽ അപ്പിയർ ചെയ്യാത്ത വേരിയബിൾ എക്സ് ഉണ്ട്, വൈ ഉണ്ട്, z ഇല്ല. ഈ ഇക്വേഷനിൽ z ഇല്ല. അതുകൊണ്ട് ഈ സർക്കിളിനെ z ആക്സിന്റെ ഡിറക്ഷനിലേക്ക് ഉയർത്തുക. ഇതിനെ ഇങ്ങനെ z ആക്സിന്റെ ഡിറക്ഷനിലേക്ക് ഉയർത്തണം, അതുപോലെ താത്തുകയും ചെയ്യാം. അങ്ങനെ വരുമ്പോൾ കവർ ചെയ്യുന്ന സ്പേസ് ആണ് ഇതിൽ വരുന്നത്. അത് നമുക്കറിയാവുന്ന ഒരു സിലിണ്ടർ ആയിരിക്കുമല്ലോ. അപ്പൊ ആ ഒരു സിലിണ്ടറിന്റെ സർഫസിലൂടെ ഇന്റഗ്രേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. സോ ഡൈവർജൻസ് തിയറി ഉപയോഗിക്കുമ്പോൾ ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ്, ഫ്ലക്സ് ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ f.n/ds ആണ്. ഡൈവർജൻസ് ഉപയോഗിക്കണമെങ്കിൽ ഇത് ഡൈവഫ് dv മാറ്റണം. അപ്പൊ അതിന് ഡൈവഫ് കണ്ടുപിടിക്കണം. ഡൈവർജൻസ് ഓഫ് എഫ്, ഈ ഫംഗ്ഷൻ വെക്റ്റർ ഫംഗ്ഷന്റെ ഡൈവർജൻസ് കിട്ടാൻ ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫിനകത്തെ ഐയുടെ കോയിഫിഷ്യന്റ് ആയിട്ട് ഇവിടെ കാണുന്ന x³ ആണ്. അപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് x³ പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ഇതിനകത്ത് ജെയുടെ കോയിഫിഷ്യന്റ് y³ പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് ഇതിനകത്ത് കെയുടെ കോയിഫിഷ്യന്റ് അത് z³. ഇതിനെയാണ് ഡൈവർജൻസ് എന്ന് പറയുക.
ഒരു വെക്ടർ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ഡൈവർജൻസ് കണ്ടുപിടിക്കാൻ ഡോ ബൈ ഡോ എക്സ് ഓഫ് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സ് ഓഫ് ഐയുടെ കോഎഫിഷ്യന്റ് എടുക്കുക പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ജെയുടെ കോഎഫിഷ്യന്റ് പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് കെയുടെ കോഎഫിഷ്യന്റ്. അപ്പൊ അതുകൊണ്ട് എടുക്കുമ്പോൾ 3x² പ്ലസ് 3y² പ്ലസ് 3z² എന്ന് കിട്ടും. ഓർ ഇറ്റ് ഈസ് 3 into x² പ്ലസ് y² പ്ലസ് z². ഇതാണ് ഡൈവർജൻസ് ഓഫ് എഫ്. അപ്പൊ ഇത് നമുക്ക് ഫ്ലക്സ് ഇന്റഗ്രൽ ഉപയോഗിക്കാൻ പിടിക്കാനായിട്ട് ഫ്ലക്സ് ഇസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഡോട്ട് എൻ ഡി എസ് equal to, by divergence theorem, it is triple integral over G div of dv equal to div of ഇവിടെ കിട്ടുന്നത് triple integral over G 3 into x² plus y² plus z² dv. ഇനി ഈ dv എന്നുള്ളതിന് നമുക്ക് x ഉം y ഉം z ചേർന്ന് dx dy dz എന്ന് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ട്രിപ്പിൾ ഇന്റഗ്രൽ 3 into x² plus y² plus z² dz dy dx എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. dz dy dx അങ്ങനെയാണെങ്കിൽ ആദ്യം z ന്റെ ലിമിറ്റ് എഴുതണം. നമ്മുടെ ഇവിടുത്തെ റീജിയൻ സർഫസ് എന്ന് പറയുന്നത് ഈ സിലിണ്ടർ ആണ്. അതിൽ x equal to 0 എന്ന് പറയുന്നത് z equal to 0 എന്ന് പറയുന്നത് ഈ താഴത്തെ പോർഷൻ ആണ്. അവിടെയാണ് z equal to 0. z equal to 4 എന്ന് പറയുന്നത് ഇവിടെ. അപ്പോൾ z equal to 0 മുതൽ z equal to 4 വരെയാണ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇവിടുത്തെ z ന്റെ ലിമിറ്റ് 0 to 4 ഇടാം. പിന്നീട് അടുത്ത y യുടെയും x ന്റെയും അത് നമുക്ക് ഈ റീജിയനിലൂടെ എന്ന് മാത്രം മനസ്സിലാക്കി വെക്കാൻ ഇവിടെ x ഉം y ഉം ചേർന്നാൽ ഈ റീജിയൻ ആണ് വരിക. അപ്പൊ അത് തൽക്കാലം ഓവർ ദ റീജിയൻ 6 എന്ന് മാത്രം ഇവിടെ കാണിക്കാം. z ന്റെ ലിമിറ്റ് എഴുതിയതിന് ഇന്റഗ്രേഷൻ കഴിഞ്ഞതിന് ശേഷം ആ റീജിയന്റെ ലിമിറ്റ് എഴുതാം. So it is equal to double integral over R 3 into x² plus y² ഇപ്പോൾ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് x² plus y² into z എന്ന് വരും പ്ലസ് z³ by 3 ലിമിറ്റ് 0 to 4. ഇനി dy dx എന്ന് കിട്ടി. So it is double integral over R 3 into upper limit ഇടുമ്പോൾ 3 into 4 ഇവിടെ 3 into x² plus y² into 4 എന്ന് കിട്ടും. x² plus y² into 4 പ്ലസ് ഇവിടെ 4³ by 3 4³ നമ്മൾ 64 64 by 3 ഇങ്ങനെ കിട്ടും. into dy dx. അപ്പോൾ ഈ 3 കൊണ്ടുകൂടെ ബ്രാക്കറ്റ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 into x² plus y² 12 into x² plus y² പ്ലസ് ഇവിടെ ഈ 3 കട്ട് ചെയ്ത് പോയിട്ട് 64 dy dx എന്നായി. ഇനി ഈ ഇന്റഗ്രേഷൻ നടത്തണം. ഇവിടെ നേരത്തെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ ഈ സർക്കിളിലൂടെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പോളാർ കോർഡിനേറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. പോളാർ കോർഡിനേറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ x equal to r cos theta, y equal to r sin theta. അപ്പോൾ dy dx എന്നുള്ള പാർട്ടിന് r dr d theta എന്ന് വരും. തീറ്റയുടെ ലിമിറ്റ് 0 to 2 പൈയും r ന്റെ ലിമിറ്റ് ഇവിടെ x² plus y equal to 4 എന്നാണ്. അപ്പോൾ റേഡിയസ് 2 ആണ്. സോ r ന്റെ ലിമിറ്റ് 0 to 2. അപ്പൊ ഇതിനെ ഈ കൺവേർഷൻ നടത്തുമ്പോൾ ഡബിൾ ഇന്റഗ്രൽ 12 into എക്സിന് ആർ കോസ് തീറ്റയും വൈക്ക് ആർ സൈൻ തീറ്റയും ഇട്ട് കഴിയുമ്പോൾ x² plus y² എന്നുള്ളത് r² cos² തീറ്റ പ്ലസ് r² sin² തീറ്റ. അവിടെ r² കോമൺ ഫാക്ടർ കഴിയുമ്പോൾ ഇത് r² മാത്രമായി പ്ലസ് 64. ഇനി dy dx വരുന്ന ചേഞ്ച് r dr d തീറ്റ എന്ന് കിട്ടും. dy dx പകരം r dr d തീറ്റ. തീറ്റയുടെ ലിമിറ്റ് പുറമെ അത് 0 to 2 പൈ. ഇനി അടുത്തത് r ന്റെ ലിമിറ്റ് അത് 0 to 2. ഇനി ഈ ഇന്റഗ്രേഷൻ നടത്തിയാൽ മതി. വെറും സിമ്പിൾ ഇന്റഗ്രേഷൻ ആയി മാറി അതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതിയാവും. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 12 കോൺസ്റ്റന്റ് നമുക്ക് പുറത്തേക്ക് മാറ്റാം. 12 into ഇന്റഗ്രൽ 0 to 2 പൈ ഇന്റഗ്രൽ 0 to 2 ബ്രാക്കറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ r³ പ്ലസ് 64r into dr d തീറ്റ. അപ്പോ r³ ന്റെ ഇന്റഗ്രൽ ഈക്വൽ ടു 12 into ഇന്റഗ്രൽ 0 to 2 പൈ
r ക്യൂബിന്റെ ഇന്റഗ്രൽ r⁴/4 പ്ലസ് 64 into r²/2 ലിമിറ്റ് 0 to 2 d theta equal to 12 into integral 0 to 2 pi upper limit കൊടുക്കുമ്പോൾ 2⁴ 16 ആണ് 16/4 അപ്പോൾ 4 പ്ലസ് ഇവിടെ 2 കട്ട് ചെയ്തിട്ട് 32 എഴുതാമല്ലോ 32 into 2 സ്ക്വയർ അപ്പോൾ 32 into 4 അപ്പോൾ 128 കിട്ടും d theta that is or 12 into 32 into 4 128 yes okay integral 0 to 2 pi 128 plus 4 132 d theta so equal to ini integration simple alle 12 into 132 into theta integrate ചെയ്യുമ്പോൾ theta limit 0 to 2 pi upper limit കൊടുക്കുക അപ്പോൾ 2 into 132 into 2 pi ഇങ്ങനെ കിട്ടും അത് പിന്നെ സിംപ്ലിഫൈ ചെയ്യാൻ മതി ഇതാണ് ഇതിന്റെ ആൻസർ അപ്പോൾ 3 തിയറംസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഗ്രീൻസ് തിയറം മറ്റൊന്ന് സ്റ്റോക്സ് തിയറം അടുത്തത് ഡൈവേർജൻസ് തിയറം ഇത് മൂന്നിന്റെയും ആ പ്രധാനപ്പെട്ട ഭാഗം മാത്രം മാത്തമാറ്റിക്കൽ സ്റ്റെപ്പ് മാത്രം പഠിച്ചു വെക്കുക എന്നിട്ട് ഡയറക്റ്റ് ഫോർമുലയിൽ അപ്ലൈ ചെയ്യുക ഫ്ലക്സ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്ന മെത്തേഡ് പറഞ്ഞു അത്രയും വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടോപ്പിക്കിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ സാധിക്കും ഇത് മാത്രം പഠിച്ചാൽ മതി അപ്പുറത്തേക്ക് വേറെ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല ഓക്കെ ശരി അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക ഓക്കെ താങ്ക് യു വെരി മച്ച്